വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഒരു വെറൈറ്റി ചലഞ്ച് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ അച്ഛനെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത്. സോ ഇതാണ് എൻ്റെ പിതാജി. അച്ഛൻ്റെ പേര് പ്രദീപ്. അച്ഛൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വീഡിയോസിലൊന്നും കാണാത്തത്. പിന്നെ എന്തെങ്കിലും പറയാം, എന്നെക്കുറിച്ച് രണ്ട് നല്ല വാക്കിപ്പോൾ അച്ഛൻ പറയുന്നത്. ഉറപ്പ് പറഞ്ഞു കേൾക്കത്തില്ല. സോറി, നമുക്ക് മൈക്ക് ഇതുവരെ ഡെലിവർ ആയിട്ടില്ല. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, എല്ലാവരും അടുത്ത് പറയുന്നുണ്ട്. അത് ഡെലിവറി താമസിക്കുന്നതുകൊണ്ടാട്ടോ. ഓർഡർ ചെയ്തേ. ഉറപ്പ് പറഞ്ഞു എന്നെക്കുറിച്ച് നല്ലത് മിടുക്കിയാണ്, സൽസ്വഭാവിയാണ്. പിന്നെ രാവിലെ എഴുന്നേക്കില്ല. പിന്നെന്താ, വീട്ടിലെ ആ ഡേ ഇൻ മൈ ലൈഫ് കണ്ട അത്ര സംഗതികൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ഇല്ല. ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്താ 6:45 എഴുന്നേറ്റു. പിന്നെ വൈകിട്ട് എന്താ പിന്നെ ഇവിടെ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ തേങ്ങായിരുന്നു. എന്ത് ചെയ്ത് നമുക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടെ പണിയൊക്കെ ചെയ്യും ഗൈസ്. ഞാൻ അങ്ങനെ പ്രസനത്തിന്റെ ഒരാളല്ലാത്തോണ്ട് നിങ്ങളെ ഒന്നും കാണിക്കുന്നില്ല. കണ്ടോ ഇന്നലെ മീൻകറി വെച്ചതായി. അപ്പം നമുക്ക് എന്നെ ചലഞ്ചിലോട്ട് കിടക്കാം. ഈ ഞാൻ വെളിയിൽ ഇരുന്ന വീഡിയോ എടുക്കുന്നു, അപ്പം വഴി കൂടെ പോകുന്ന വണ്ടിയുടെ ഒച്ചയൊക്കെ കാണാം. സോ പ്ലീസ് ഇഗ്നോർ ദാറ്റ്. അപ്പം ഹൂ നോസ് ഹൂ ബെറ്റർ എന്ന് പറഞ്ഞ ചാലഞ്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിപ്പം മാറും, ഫ്രെയിമിന് മാറും. ഇവർ രണ്ടുപേരുടെയാണ്. പിന്നെ അവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഫേവറേറ്റ് കളർ എന്ന് ചോദിക്കുമ്പോഴത്തേനും അമ്മയുടെ ഫേവറേറ്റ് കളർ എന്ന് ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ അച്ഛനിട്ടാണ് നമ്മൾ പണി കൊടുക്കുന്നത്. അപ്പം അച്ഛൻ കറക്റ്റായിട്ട് എഴുതുമോ എന്നുള്ളത് അങ്ങനെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഇഷ്ടംപോലെ ചലഞ്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഉണ്ട്, അച്ഛൻ്റെ ഉണ്ട്. അപ്പം അമ്മയ്ക്കാണ് പണി കിട്ടുന്നത്, അങ്ങനെ അറിയാലോ. അപ്പം നമുക്ക് നോക്കാം. ചെയ്യും. വന്നുണ്ടായിപ്പാണ്. ഞാൻ അങ്ങോട്ടൊന്ന് തിരിഞ്ഞ നേരത്തിന് രണ്ടുപേരുടെ എന്തൊക്കെയോ ചോദിച്ചു, പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ മാറ്റും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മയുടെ ഫേവറേറ്റ് കളർ. ഉറക്കെ പറയുന്നത്, അധികം സമയം തരത്തില്ല. കഴിഞ്ഞു. എന്നാ അമ്മ പറ. അമേസിംഗ്. ഓ, ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അച്ഛൻ്റെ ഫേവറേറ്റ് കളർ. അമ്മ കഴിഞ്ഞിരിക്കുന്നു. അച്ഛന് തന്നെ എസ് എഴുതുന്നല്ലേ. എന്താ അച്ഛൻ പറ. അച്ഛൻ്റെ ഒരു പീച്ച് കാണിക്ക, അല്ല ആൾക്കാർ വിശ്വസിച്ചല്ല. പീച്ച്, അങ്ങനെ അതും ശരിയായിരിക്കുന്നു. വാവ്. ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ, അമ്മയുടെ ഫേവറേറ്റ് മൂവി. അതെനിക്കറിയാം, അമ്മ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത്. അമ്മ പറ. തെറ്റി. അപ്പൊ അടുത്തത്, അതെ അച്ഛന്റെ ഫേവറേറ്റ് മൂവി. അമ്മ പറ. എന്റെ ഫേവറേറ്റ് മൂവി എനിക്ക് മൂവി ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഏതാ അച്ഛൻ പറഞ്ഞ ഫേവറേറ്റ് മൂവി? ഫേവറേറ്റ് മൂവി എന്നുള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ വലിയ കഥയൊന്നും വെച്ചിട്ടൊന്നുമല്ല, പക്ഷേ എങ്കിലും അന്നത്തെ കാലത്ത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട സിനിമ യോദ്ധ ഇഷ്ടമാണ്. യോദ്ധ. യെസ്, അങ്ങനെ 2 points മമ്മിക്ക് കിട്ടിയിരിക്കുന്നു. അച്ഛന് 1 point. അടുത്തത്, കല്യാണത്തിന് അമ്മ എടുത്ത സാരിയുടെ കളർ. അത് അച്ഛന് മാത്രമേ ഉള്ളൂ. അമ്മ എഴുതിക്കോ. ഉറക്കെ പറ. അമ്മ എഴുത, രണ്ടുപേരും എഴുതണം, മനസ്സിലറിഞ്ഞാ പോരാ. പയ്യെ പറയടേ. പീകോക്ക് ബ്ലൂ. അത് അമ്മേനോട് ഇന്നലെ പറഞ്ഞായിരുന്നു. അല്ല, അത് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നെ നിങ്ങൾക്ക് ആ മിററിലൂടെ കാണാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അച്ഛൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അത് തന്നെ അച്ഛൻ അറിയായിരിക്കും. അല്ല ഇയറും മന്തും അല്ലേ, ഡേറ്റും. അതെ, പ്രായം തെറ്റിച്ചോ പറ അച്ഛൻ. ആണോ? അങ്ങനെ മമ്മി. അച്ഛന് 2 point, അമ്മയ്ക്ക് 3 point. അമ്മയാണ് ലീഡിങ്. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അയ്യോ, നമ്മൾ ആദ്യത്തെ വെച്ച് തെറ്റിച്ചിട്ട്. അടുത്തത്, അമ്മയുടെ ഫേവറേറ്റ് ഫുഡ്. ഈ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ നേരത്തെ രണ്ടുപേരോട് ഡിസ്കസ് ചെയ്തു. എനിക്ക് നല്ല സംശയം.
ദോശ. യെസ്, അങ്ങനെ 3 പോയിന്റ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. അടുത്തത് അച്ഛൻ്റെ ഫേവറേറ്റ് ഫുഡ്. പണ്ടൊക്കെ ഞാൻ എഴുതുന്നത് പണ്ടത്തെ എപ്പോഴും രണ്ടും ശരിയാണ്, എനിക്ക് അത്രേ ഉള്ളൂ. അത് അറിയാം, അമ്മായിയമ്മയൊക്കെ ഉണ്ടായിരുന്നു. എന്താ? ഇടിയപ്പം. ഓക്കെ, ഞാൻ വിചാരിച്ച കേസ് ഇതൊക്കെ ഒരു തെറ്റിക്കുന്നു, എന്തൊക്കെയോ അറിയാം. അടുത്തത് അമ്മയുടെ ഫേവറേറ്റ് ആക്ടർ. ഇച്ചിരി ഉറക്കെ സംസാരിക്കാം, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നു അറിയില്ല. മമ്മൂട്ടിയാ, മമ്മൂക്കോയ, മമ്മൂട്ടി. ഇവരിത് ഉറക്കെ പറഞ്ഞു പറ. മമ്മൂട്ടി. ഞാൻ പറഞ്ഞല്ലോ മമ്മൂട്ടി. ഓക്കെ, ഇനി അച്ഛൻ്റെ ഫേവറേറ്റ് ആക്ടർ. അയ്യോ അത് ഇച്ചിരി പാടാ. അച്ഛൻ അങ്ങനെ അധികം സിനിമയൊന്നും ഇപ്പൊ കാണുന്നത് ഞാനും കാണുന്നില്ല. അപ്പോൾ മമ്മൂട്ടി തന്നെയായിരിക്കും. അച്ഛൻ പറഞ്ഞോ? മോഹൻലാൽ. തമ്മി. അപ്പം അച്ഛന് 2 പേർക്കും 4 പോയിന്റ്. അടുത്തത് ഫേവറേറ്റ് സ്നാക്ക് അമ്മയുടെ. എന്തേലും സ്നാക്സ് പോലത്തെ സാധനങ്ങൾ എന്താ ഇഷ്ടം? അറിയാവോ? അച്ഛൻ്റെ ഒന്നും എഴുതുന്നില്ല. അച്ഛനെ എപ്പോഴും വെക്കുന്നത് അതെന്നെ സംശയമാണ്. അതെനിക്കും അറിയാം. പപ്പട ബോളി. അതും കറക്റ്റ് ആവുന്ന ഉറപ്പായിരുന്നു. ഓക്കെ, അച്ഛൻ 5 പോയിന്റ്. അത് ഞാൻ സ്പീഡ് ആക്കൂല വീഡിയോ. അടുത്ത് ഇത് നേരെ തിരിച്ച്. എന്നാൽ അച്ഛൻ്റെ ഫേവറേറ്റ് ആക്ട്രസ് അതെനിക്കറിയാം. പണ്ടത്തെ ആണെങ്കിൽ എനിക്കറിയാം. മാറിയാ? സൗണ്ട് വലിയ ഇഷ്ടമാണ് കേൾക്കുന്നത്. അല്ല സൗണ്ട് ഇഷ്ടം അല്ല, അതൊന്നും നോക്കണ്ട കാര്യമില്ല. പറഞ്ഞോ. രണ്ടുപേരുണ്ട്. പറഞ്ഞു. ഒന്ന് മീനയുണ്ട്, ഒന്ന് പാലക്കാരിയൊക്കെ വെച്ചിട്ടുണ്ട്. മിയ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ലെന. അല്ല, അത് മിയ. ഇത് നമ്മൾ കണക്ക് കൂട്ടത്തില്ല. ഇത് തോന്നുമ്പോ തരും സൗണ്ട്. ഓക്കെ, അപ്പൊ ഇത് 2 പേർക്കും പോയിട്ടില്ലേ. പിന്നെ അടുത്തത് ഫേവറേറ്റ് ഫെസ്റ്റിവൽ അമ്മയുടെ. അമ്മയുടെ എഴുതണ്ട്. അമ്മയ്ക്ക് അച്ഛൻ എഴുതാൻ തുടങ്ങി, അമ്മ ചിന്തിച്ചോണ്ടിരിക്കുന്നു. പറഞ്ഞു. അത് കൈൻഡ് ഓഫ് ഫെസ്റ്റിവൽ. നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ ഒരു ഭയങ്കര വലിയൊരു ഉത്സവമാണ് ഗൈസ്, മീനപ്പരുന്ന്. അപ്പോൾ പോയിന്റില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, അച്ഛന് പോണോന്ന് ആഗ്രഹമുള്ള സ്ഥലം, ഏറ്റവും പോണോന്ന് ആഗ്രഹമുള്ള സ്ഥലം പറ. എന്നാലും ഏതുവാ അടുത്തുള്ളതാകും അല്ലെങ്കിൽ സ്ഥലം. അല്ലെങ്കിൽ ടൂർ പോവാ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എവിടെയെങ്കിലും യാത്ര പോകാനോ ഒക്കെ പോയിട്ടുള്ളതായിരിക്കാം, അതോ ഇനി പോകാൻ വേണ്ടി ആഗ്രഹമുള്ളതായിരിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നതായിരിക്കാം അമ്മ. അച്ഛൻ പറ. മൂകാംബിക. അതും തോറ്റിരിക്കുന്നു. ഞാൻ അടുത്തത്, ഇത് എളുപ്പമാണ്. അമ്മയുടെ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ. അത് എപ്പോഴും മേടിക്കുന്നത് ഇവിടെ അച്ഛനെ അമ്മ എഴുതാ. അമ്മയുടെ എഴുതണം. അമ്മയുടെ ചോദിച്ചേ. എഴുതണ്ട. നമുക്ക് മാംഗോയോ? കണ്ടോ, എപ്പോഴും ടെൻഡർ കോക്കനട്ട് അല്ലേ ഇവിടെ മേടിക്കുന്നത്. അത് അമ്മയ്ക്ക് പക്ഷേ ഇപ്പൊ ഏറ്റവും കറന്റ് ഫേവറേറ്റ്. അതിനും തോറ്റു. അതെ, ഇത് നിങ്ങൾ 2 പേരോടും കൂടാണ്. എന്ന് വെച്ചാൽ ഇത് 2 ശരിയാവുമെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് പ്ലേസ് വിസിറ്റഡ് ടുഗദർ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ട് പോയ സ്ഥലം, ഒരുമിച്ച് പോയ സ്ഥലം. 2 പേരും ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, എഴുതിയാൽ മതി. ഏതെല്ലാം ലൈക്ക് എന്താ ഇപ്പൊ ടൂർ പോയതുപോലെ, അത് ഫാമിലി ആയിട്ട് എങ്ങനെയാവാം. ഹണിമൂണൊന്നും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയല്ല, എവിടെയെങ്കിലും ദൂരെ ഫസ്റ്റ് പോയത് നിങ്ങൾ ഒരുമിച്ച്, അത്രേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് എവിടെ പോയാൽ അത് എഴുതാം. അമ്മ ഡിസ്കസ്. ഏതാ 2 പേരും ഒരുമിച്ച് പറഞ്ഞു. എനിക്ക് അത്ര വിശ്വാസം വരാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അച്ഛൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്. അമ്മ ഉറക്കിയാ പറഞ്ഞേ. എഴുതണം. പറഞ്ഞു, എനിക്കറിയാം. 6 പോയിന്റ് അല്ല 7 പോയിന്റായി. അടുത്തത് അമ്മയുടെ ഫേവറേറ്റ് ഫ്ലവർ. ഏതാ?
അച്ഛൻ വലിയ ലാസ്റ്റൊക്കെ കണ്ട്. അപ്പം അച്ഛന് പോയിന്റ് ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ വണ്ടി വാങ്ങിച്ച വർഷം. അംബാസിഡർ അതിന് അച്ഛനല്ലേ? അച്ഛനോട് അല്ല, അമ്മയോട്. അച്ഛൻ അറിയാമായിരിക്കുമല്ലോ. അറിയത്തില്ലേ? ആ, അച്ഛനറിയാം, അമ്മയോട്. അത് കുറയ്ക്കണ്ടേ? കുറച്ചൊക്കെ നോക്കട്ടെ. ഇതൊരു മാത്സ് ക്ലാസ് ആയി എന്ന് തോന്നുന്നു. ഇടയ്ക്കൊക്കെ വെട്ടണ്ടിമ്മ. വേണ്ട, എഴുതിക്കോട്ടെ. ആഹാ, എന്തൊരു സ്നേഹം. അതിൻ്റെ ആവശ്യമില്ല. ചുമ്മാ ഒരു ഏറെക്കുറെ ഒരു ഇത് വെച്ച് പറ, ചിലപ്പോൾ ശരിയായാലോ. 2020യോ? ഞാൻ 2002 ഉണ്ടായി. അതില്ല, അതൊരു റദ്ദാക്കി ക്വസ്റ്റ്യൻ. അച്ഛൻ ചാടിക്കറി ഉത്തരം പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതെ, ചൂടാണ്, അതുകൊണ്ടാ സിറ്റ് ഔട്ട് ചെയ്ത് വന്നാലും ചൂടാ. അടുത്ത ക്വസ്റ്റ്യൻ, അച്ഛൻ്റെ ഷൂവിൻ്റെ സൈസ്. അച്ഛൻ്റെ കാൽ വളർന്നു നമ്മെ അറിഞ്ഞില്ല. അടുത്തത്, അമ്മയുടെ ചെരുപ്പിൻ്റെ സൈസ്. അച്ഛനോടാണേ. 9? 9 ആയിരിക്കും. അതും തോറ്റിരിക്കുന്നു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അമ്മയുടെ ഫേവറേറ്റ് സോങ്. അവർക്ക് പറയാം. ഇത് പറഞ്ഞിട്ട് അച്ഛൻ പാടിയാണ്, പഠിക്കോ. ശരിയാണോ നമുക്ക്? ആണോ? യെസ്, അങ്ങനെ 1900 കൂടി ശരിയായിരിക്കുന്നു ഗൈസ്. പിന്നെ അത് എന്നാ എഴുതിക്കോ, അച്ഛൻ ഇഷ്ടപ്പെട്ട പാട്ട്. അതെനിക്കറിയാം, അത് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന പാട്ട്. അതെ, അച്ഛൻ ഫോൺ മേടിച്ച എന്നാണോ അന്ന് തൊട്ട് അച്ഛൻ്റെ റിംഗ് ടോൺ ഇതാ. കൽപ്പാന്ത. അച്ഛനാണ് വിളിക്കുന്നത്. നമുക്ക് നമ്പർ മാറിപ്പോന്ന് പേടിക്കേ വേണ്ട. എന്ന് വെച്ചാൽ അച്ഛന് മാത്രമേ കാണത്തുള്ളൂ റിംഗ് ടോൺ. വിളിക്കുമ്പോഴേ നമുക്കറിയാം, പാട്ട് കേൾക്കുമ്പോഴേ അറിയാം. അച്ഛൻ്റെ സിംഗിങ് സ്കിൽസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, സത്യത്തിന് ഇത്രയും ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇനി ഒത്തിരി ലാഗ് ആയാലും വീഡിയോ ബോറിംഗ് ആവും. അതുകൊണ്ടിട്ട് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ കൊണ്ട് വണക്കം അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇനി അവിടെ പോയി ഇരുന്നിട്ട് അടുത്ത വീട്ടിലേക്ക് ആക്കിക്കും. അമ്മ കഴിഞ്ഞപ്പോഴും എണീറ്റ് പോകാൻ വേണ്ടി തെറുതി. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഹൂ നോസ് ഹൂ ബെറ്റർ എന്ന് പറഞ്ഞ ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ ആര് ആക്ച്വലി ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന അനുസരിച്ച് അച്ഛനാണ് വിജയിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അമ്മ ജയിക്കുന്ന, പക്ഷേ അച്ഛനാണ് കൂടുതൽ പോകുന്നത്. സമ്മാനം ഒന്നുമില്ല, എന്റെ സ്നേഹമാണ് സമ്മാനം. അത് നീ ഇങ്ങോട്ട് തന്നെ നമ്മൾ തന്നിട്ടല്ലേ അതുകൊണ്ട് അത് വലിയ കാര്യമില്ല. ഞാനോട് വലിയ ബ്ലോഗറൊക്കെ ആകുമ്പോൾ സമ്മാനം തരാം. നിങ്ങൾക്ക് എന്നാ എന്റെ ഒന്നുമില്ല ഗൈസ്. എനിക്ക് വരുമാനം അതെ, അച്ഛൻ്റെ തന്നെ പൈസ മേടിച്ച് ഞാൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നതായിരിക്കും അച്ഛന്. അപ്പോൾ ഇത്രയുള്ള ഞാൻ ഫാൻ മേക്ക് ഓവറാണ് അടുത്ത വീഡിയോ നിങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷെ അത് ചെയ്യാൻ ചില സാങ്കേതിക കാരണങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഉടനെ വരും. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ആ ഫാനിൻ്റെ ഇതെന്ന് വെച്ചാൽ അച്ഛൻ പറയും എങ്ങനെ ഒരു എത്ര വർഷം പഴക്കമുള്ള 1984 ഞാൻ SSLC പാസ്സാകുന്ന വർഷം. അന്നൊക്കെ ഫസ്റ്റ് ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ്. 365 മാർക്ക് കിട്ടുക, 360 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. ഈ 5 മാർക്കൊക്കെ കൂടുതലുള്ളൂ. എങ്കിലും അന്ന് അമ്മ എനിക്ക് വാങ്ങിച്ചത് അന്ന് റാലി ഫാൻ എന്ന് പറഞ്ഞാൽ ഈ റാലി കമ്പനിയുടെ ഫാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രസിദ്ധമാണ്. അപ്പോൾ കോട്ടയത്തേ ഉള്ളൂ. കോട്ടയത്ത് കൃഷ്ണനായർ ആൻഡ് സൺസ് എന്ന് പറയുന്നൊരു കടയുണ്ട്. അവിടെ പോയിട്ട് റാലി ഫാൻ മേടിച്ച് കൊണ്ടുവന്ന് എനിക്ക് വരികയുണ്ടായി. അപ്പോൾ അത് 84 മുതൽ എത്രയാണ് നടക്കുന്നത്? ഞാൻ 40 വർഷമായി. 40 വർഷം മുമ്പ് മേടിച്ച ഫാനാണ്. ഇപ്പോഴും കുഴപ്പമില്ല. തന്നെ ചെറിയതായിട്ടുള്ള പ്രായത്തിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ മാറ്റിയെടുത്ത ഫാൻ സൂപ്പർ ഫാൻ. എപ്പോഴും വളരെ സ്മൂത്താണ്, സൈലൻ്റാണ്, നല്ല ഫാൻ. അപ്പോൾ അതുകൊണ്ട് കളയാനൊരു മനസ്സില്ല. അതുകൊണ്ടുള്ളത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞത് എല്ലാം ഒന്നും തട്ടിപ്പറിക്കുക അടുക്കിപ്പറിക്കുകയൊക്കെ പറഞ്ഞു. അതൊന്നും അടിയാക്കുക, പെയിൻ്റ് അടിക്കുക എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ ആ ഫാനിൻ്റെ ആണ് ഞാൻ മേക്ക് ഓവർ. അതിനുവേണ്ടിയാണ് ഞാൻ പെയിൻ്റ് ഒക്കെ മേടിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോ അതായിരിക്കും. അപ്പം അച്ഛന് ഭയങ്കര ഒരു നൊസ്റ്റുള്ളൊരു ഫാൻ ആയതുകൊണ്ട് നമ്മളത് കളയുന്നില്ല. ഒരു ആൻറ്റിക് പീസുകൾ നമ്മളിവിടെ വെക്കാൻ തീരുമാനിച്ചു. അച്ഛനൊക്കെ ആൻറ്റിക് ആകുമ്പോൾ ഇതുപോലെ ആൻറ്റിക് പീസുകൾ വെച്ചാണ് അച്ഛനെ. അപ്പോൾ നിങ്ങൾ അച്ഛനെ കണ്ടു. ഇനി ചേച്ചിയും ചേട്ടനും അവർ വരുമ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസൊക്കെ ഫണ്ണായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.